ഗോൾഡിൽ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സെൽ പൊസിഷൻ ആയിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വീക്കായിട്ട് ഗോൾഡ് നല്ല രീതിക്ക് ഒരു ബിയറിഷ് മൊമെന്റം ഫോം ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ട്രെൻഡിന്റെ കൂടെ തന്നെയാണ് ട്രേഡും ചെയ്തിരുന്നത്. ഒരു സെല്ല പൊസിഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ ന്യൂയോർക്ക് മാർക്കറ്റിലാണ് ഈ ഒരു ഹ്യൂജ് സെൽ ഓഫ് നടന്നുണ്ടായിരുന്നത്. ഇവിടെ പലരും ചെയ്യുന്ന മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സെൽ ഓഫ് നടക്കുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ഏരിയ പോയിട്ട് ഈ ഒരു ഏരിയയിലൊക്കെ പോയിട്ട് സെല്ല് ചെയ്യാം എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് വേണ്ട ഒരു പ്രൈസ് സൈക്കിൾ എന്ന് പറയുന്നത് മാക്സിമം ഡിസ്കൗണ്ടഡ് ഏരിയയിൽ സെല്ല് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് ടാർഗറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് അച്ചീവ് ചെയ്യാനും പറ്റും. അപ്പോൾ 15 മിനിറ്റ്സ് നമുക്ക് 4 അവർ ഒക്കെ നോക്കുന്ന സമയത്ത് അറിയാം ഓൾറെഡി മാർക്കറ്റ് 4 അവർ ബ്രേക്ക് ചെയ്തൊരു ഏരിയ ഉണ്ടായിരുന്നു. ആ ബ്രേക്ക് ചെയ്ത ഏരിയയിലോട്ട് നമുക്കൊരു റീട്രേസ്മെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 4 അവർ. സോ 15 മിനിറ്റ്സിൽ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആ ഒരു ബ്രേക്ക് തന്നതിന്റെ എവിടെ നിന്നാണ് ഒരു ഇമ്പൾസീവ് വോളിയം സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നല്ല രീതിക്ക് ഒരു ഇമ്പൾസീവ് വോളിയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹ്യൂജ് ന്യൂയോർക്കിലെ ഒരു ഹ്യൂജ് വോളിയം നമുക്ക് ഒരു റീട്രേസ്മെന്റ് ഒക്കെ ഫസ്റ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നത് ഈ ഒരു സോൺ ആയിരുന്നു. സോ 15 മിനിറ്റ്സിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് പുൾ ബാക്ക് എന്നൊക്കെ ഈ ഒരു റിജക്ഷൻ തന്നിട്ട് ഈ ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഫോം ചെയ്ത സമയത്ത് 5 മിനിറ്റ്സിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. 5 മിനിറ്റ്സിൽ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഇവിടെ ഒരു ബോഡി ബ്രേക്ക് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു SNR ലെവൽസ് ഉണ്ടായിരുന്നു മാർക്കറ്റിന്റെ. അവിടേക്കാണ് മാർക്കറ്റ് അത് പുൾ ബാക്ക് ചെയ്തത്. ഈ പുൾ ബാക്ക് ചെയ്ത സമയത്താണ് ഞാൻ എൻ്റെ എൻട്രി ലിമിറ്റ് ഇട്ട് വെച്ചത്. സ്റ്റോപ്പ് ലോസ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസിന്റെ കൂടെ ട്രേഡ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. കുറച്ച് മുമ്പായിരുന്നു മാർക്കറ്റിൽ ഈ ട്രേഡ് എക്സിക്യൂഷൻ വന്നത്. ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലോലോട്ടായിരുന്നു. സോ നമുക്കൊരു 1:3ന്റെ മുകളിലോട്ടുള്ള ഒരു ട്രേഡ് ആയിരുന്നു. മാർക്കറ്റ് അത്യാവശ്യം ഫാളായ സമയത്ത് മാർക്കറ്റ് ഇവിടുന്ന് ഫാളായി അത്യാവശ്യം ഒരു റിവേഴ്സലും ഫോം ചെയ്തു. 5 മിനിറ്റ്സിന്റെ എൻട്രി ആയിരുന്നു. ഇവിടെ നിന്ന് ഒരു 50% ട്രേഡ് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറൗണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു 50% ട്രേഡ് ക്ലോസ് ചെയ്തു. പിന്നീട് ഞാൻ ചെയ്തത് സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവണിലോട്ട് വെച്ച്. ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. അറിയാലോ ഒരുവിധമുള്ള ആളുകളൊക്കെ ഒരു പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാത്തതും ട്രേഡ് മാനേജ് ചെയ്യാൻ അറിയാത്തതൊക്കെ ഇവിടെയാണ്. നമുക്കൊരു പ്രോപ്പർ മാനേജ്മെന്റ് വന്ന് ഒരു 50% ക്ലോസ് വന്ന് ബാക്കി നമ്മൾ ഹോൾഡ് ചെയ്തു ടിൽ 1:3ന്റെ മുകളിലോട്ട് മാർക്കറ്റ് പുൾ ബാക്ക് തന്നു. അവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു നല്ല രീതിക്ക് ഒരു ഫാള് നമുക്ക് മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. സോ ഓൾമോസ്റ്റ് ഈ ഒരു ലെവലെത്തുമ്പോൾ ഞാൻ വിചാരിച്ചു ഇൻ കേസ് ബ്രേക്കിന് അടിക്കാന്നുണ്ടെങ്കിൽ അടിച്ചോട്ടെ, ലെറ്റ് റൺ എന്നുള്ള മൈൻഡിലായിരുന്നു. സോ സമയത്ത് നമ്മൾ ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ അത് ഷെയറും ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കമ്മിങ് ബാച്ചിൽ മാർക്കറ്റ് എന്ത് ചെയ്തു നല്ല രീതിക്ക് ഫാൾ ചെയ്ത് TP അടിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് 15 മിനിറ്റ്സിൽ തന്നെ ഒരു റീ എൻട്രി മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റ്സിൽ ആ എൻട്രി വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു SNR ബ്രേക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു SNR ബ്രേക്ക് തന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന സപ്ലൈ സോണിലോട്ട് ഒരു റീട്രേസ്മെന്റ് പുൾ ബാക്കും തന്നിട്ടുണ്ട്. അവിടെ ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ, ഇതൊരു റീ എൻട്രിയും കൂടെ ആയിരുന്നു. സോ ഈ എൻട്രി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഓൾറെഡി ഒരു എൻട്രി റണ്ണിങ് ആയിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മൾ റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പർ ആക്കിയതുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്രയും ഹോൾഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതുപോലെ ഗോൾഡ് റിലേറ്റഡ് കണ്ടന്റ് വേണമെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് ഒരുപാട് ട്രേഡ് ബ്രേക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.